ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളതെന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജിയാണ്. Nine of Swords, Nine of Wands, Four of Swords, Four of Pentacles, Two of Cups, Ace of Pentacles, Three of Pentacles, Queen of Wands, the Fool, Eight of Cups, Four of Cups, Page of Wands, Four of Wands and Eight of Pentacles. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ എനർജി എടുക്കുമ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. ചിലരെ സംബന്ധിച്ച് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തത്രയും ബുദ്ധിമുട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പം അത്രയും ഒരു മോശമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി എന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇനിഷ്യൽ എനർജീസിൽ തന്നെ കാണാം നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എത്രമാത്രം ദുഃഖകരമുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകാനോ നിലനിർത്താനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ഒരുപാട് നമ്മളുടെ എനർജി ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല, നമുക്ക് കൂടുതലും നിരാശയാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിനി ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് തന്നെ കാണാം. നിങ്ങളെ സംബന്ധിച്ച് പോലും തോന്നുന്നുണ്ടാവും എനിക്കിനി ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു വിശ്രമം ആവശ്യമാണ്, ഇനിയും കൂടുതൽ ഇതിനകത്തായിട്ട് ഞാൻ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ തന്നെ ഇല്ലാണ്ടായി പോകുന്നുള്ളൊരു തോന്നൽ പോലും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത്രയധികം ഒരു മാനസിക വിഷമവും ദുഃഖമൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇതൊന്നും ആരോടും അങ്ങനെ ഷെയർ ചെയ്യുന്നും ഉണ്ടാവില്ല. അതെല്ലാം നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ആരോടും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ നമ്മളുടെ വിഷമം നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് ആശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ കുറച്ചൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇവിടെ അതുപോലും ഇല്ലാത്ത വ്യക്തികളുടെ എനർജിയാണ്. നിങ്ങളുടെ ഭാരം എന്താണോ, നിങ്ങളുടെ വിഷമം എന്താണോ അത് ഉള്ളിലിട്ട് നീറിക്കൊണ്ട് നിങ്ങൾ നടക്കുന്നു, ആരോടും പറയുന്നുമില്ല, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കാം ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ച വ്യക്തികളായിരിക്കാം സ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ളത് കാണാം.
കാരണം നിങ്ങളുടെ ഒരു പങ്കാളിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു ഏഹ്, നിങ്ങളുടെ എന്താ പറയുക ലോകത്തിൽ പോലും ഉണ്ടാവണമെന്നില്ല. അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നിട്ട് കൂടി നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ വെറുക്കാൻ കഴിയുന്നുണ്ടാവില്ല. ആ ഒരു വ്യക്തി എൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയധികം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അത് ഉപേക്ഷിക്കാനും കഴിയാത്തൊരു അവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യാത്തതോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് മനസ്സ് പറഞ്ഞ് ചിലപ്പോൾ ബിഗ് ചെയ്ത് നടക്കാത്തതോ ഒക്കെ അതുകൊണ്ടായിരിക്കും. ഉള്ളുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും അവരോട് അത് പറഞ്ഞ് നിങ്ങൾ ഞാൻ ഇങ്ങനെ സഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് പുറകെ നടക്കാത്തത് ഈ പറയുന്ന ഒരു വ്യക്തിത്വം എനിക്കുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനി എനിക്കങ്ങനെ ചിലപ്പോൾ പാസ്റ്റിലൊക്കെ ഒരുപാട് പറഞ്ഞും കരഞ്ഞും ഒക്കെ നടന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്കതുപോലെ കരയാൻ വയ്യ എന്നുള്ളത് കൊണ്ടായിരിക്കും. അതും ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ സ്നേഹം, വിഷമം, സങ്കടം ഇതെല്ലാം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോടൊപ്പം ഒരുമിച്ച് പോകാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്നും ശക്തമായിട്ടുള്ള രീതിയിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും സഹകരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള അത്രയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അത് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായാലും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നൊരവസ്ഥ, ചിലപ്പോൾ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ടാവാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ല, എന്നാലും വിട്ട് കളയാനോട്ട് ഒരുക്കമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ഒരു മൈൻഡ് സെറ്റ് ബാധിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് കരകയറണം എന്നുണ്ട്. പക്ഷേ ഇവരോടുള്ള സ്നേഹം കാരണം അതിനും സാധിക്കുന്നില്ല. നമ്മളിവിടെ കാണുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ടൊക്കെ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ കഴിയുന്നില്ല. മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ വേറെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. അതായത് ഒരു ലോസ് ഫീലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് തൃപ്തികരമല്ലാത്ത ആ ഒരു കാര്യത്തിൽ തന്നെ കിടന്ന് ആകെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ ശക്തമായിട്ട് നിങ്ങൾ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒന്ന് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും പലപ്പോഴും അതിന് കഴിയാറില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ഓവർ തിങ്കിങ് വളരെ കൂടുതലായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. എത്രയൊക്കെ വേണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒഴിഞ്ഞു പോരാൻ നോക്കിക്കഴിഞ്ഞാലും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കഴിയുന്നില്ല. ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ, റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് പലപ്പോഴും ആ ഒരു ന്യൂ ബിഗിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ന്യൂ പാഷനേറ്റ് എനർജി ആയിക്കോട്ടെ, അതെല്ലാം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹാപ്പി ആവുള്ളൂ. ഇവിടെ നമുക്ക് ആ ഒരു ഫയറി നേച്ചറാണ് കാണുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. സ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ആകെ ബേൺ ഔട്ടായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഫോക്കസ് ഇതിനകത്തേക്ക് തന്നെ പോകുന്നു. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്തെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറ്റ് ലാസ്റ്റ് ഈ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയേറെ ആ ഒരു പേഴ്സണെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തുള്ള എക്സ്പീരിയൻസസും, അല്ലെങ്കിൽ നിങ്ങൾ വേദനിച്ചതും നിങ്ങൾ സഫർ ചെയ്തതും ഇതിനകത്ത് ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും വീണ്ടും അതിന് റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, എത്രയൊക്കെ കുറവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളുടെ മനസ്സ് പറഞ്ഞാലും, ഇനിയിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റാൻഡിലുള്ളവരുടെ എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കാം.
Ten of Swords, Five of Wands, King of Cups, Seven of Cups, Devil, Strength, Knight of Wands, Four of Wands, Lovers, Magician, Three of Swords, Hierophant, Four of Coins, Five of Pentacles, and Justice. ഇനി നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മറ്റൊരു തരത്തിലുള്ള പിരിമുറുക്കമാണെന്ന് പറയാം. നിങ്ങളുടേതുപോലെയല്ല, വ്യത്യാസമുണ്ട്. പക്ഷേ ആകെ ഒരു ടെൻസ്ഡ് മൈൻഡ് സെറ്റ് ഇവരിലും നമുക്ക് കാണാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈറ്റോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് അധികം നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മിസ്മാച്ചായിട്ട് പല കാര്യങ്ങൾ പോകുന്നു, മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ പരസ്പരം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സണും ഏതൊക്കെയോ തരത്തിലുള്ള ഹേർട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ശക്തമായിട്ട് കാണാം. അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിൽ അതുണ്ട്. ഏതൊക്കെയോ തരത്തിൽ അവർ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സണും വേദനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, ഒരു പൊരുത്തക്കേട് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഇമോഷൻസ് ഉണ്ട്. അതവർ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഈ വ്യക്തി വീണ്ടും ഭയക്കുന്നത് നിങ്ങളിൽ നിന്നൊരു ഹേർട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുകളോ കാര്യങ്ങളോ വീണ്ടും ഉണ്ടായാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെയോ തരത്തിലുള്ള ഹേർട്ട് ഇവർ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ വേദനയായിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളാകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷേ അത് വേണ്ടിയില്ലായിരുന്നു എന്ന് നിങ്ങൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഞാൻ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കേണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്കും വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് ഇവരുടെ ഉള്ളിൽ വലിയൊരു ഹേർട്ടായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിലത്തെ എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണലിൽ ഉള്ള ഒരു കണക്ഷൻ തോന്നുമ്പോൾ പോലും അവരത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ ഒരു മൈൻഡ് സെറ്റിന് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും കാണാം. അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് വേണ്ട, എൻ്റെ മനസ്സിൽ ഇന്ന ഇന്ന താല്പര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് അവിടെ ഇരുന്നോട്ടെ, ഞാനത് അവരോട് എക്സ്പ്രസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫയറി നേച്ചർ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആ ഒരു വ്യക്തിയോട്, ആരോടാണോ നമ്മളൊരു നിയന്ത്രണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് തോന്നിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാതെ നമ്മളെ ബേൺ ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജിയായി തീരും. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഇവരുടെ കാര്യം. അവർ വല്ലാത്ത രീതിയിൽ നിങ്ങളോട് അഡിക്റ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇല്യൂഷനിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ ചെയ്ത് വെക്കാനും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇമോഷൻസ് എന്താണോ അത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ ഒരു പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു ശാന്തമായിട്ടുള്ള രീതിയിലേക്ക് മനസ്സ് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ തേർഡ് പാർട്ടി എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്കായിട്ട് നിൽക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥയും പെടും എന്നുള്ളതാണ്. കാരണം അവരുടെ മൈൻഡ് വളരെ ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും പഴയതുപോലെ ആവാനായിട്ട് കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി, എന്നോട് ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉള്ളിൽ കിടക്കുമ്പോൾ അതൊരു ഒരു വേദനയായിട്ടോ വിഷമമായിട്ടോ ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൻ്റെ ഒരു ലാഞ്ചനയും ചിലപ്പോൾ നമുക്കവിടെ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല.
നല്ല രീതിക്ക് ഈ ഒരു പേഴ്സണ് ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ നമുക്ക് ആ ഒരു ഫയറി നേച്ചറും ധാരാളമായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അത്രയധികം ഒരു അട്രാക്ഷൻ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഉള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസി ആയിരിക്കാം, ഇമോഷണലി ഉള്ള കണക്ഷൻ ആയിരിക്കാം. ഇതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് തോന്നുന്നുണ്ട്. പക്ഷേ അവർ തന്നെ അത് സപ്രസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എനർജീസ് 4 ഓഫ് വാണ്ട്സ്, ലവേഴ്സ്, മജീഷ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹൈലി പോസിറ്റീവായിട്ട് നിൽക്കുന്ന എനർജിയാണ്. നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്ന് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അവരായിട്ട് തന്നെ എടുത്ത് മാറി നിൽക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരകലം സൂക്ഷിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അത്രയധികം ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു നിങ്ങളില്ലാതെയാകുമ്പോഴുള്ളൊരു ഫീലിംഗ് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങളൊക്കെ അവർ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എനർജിയൊക്കെ കാണാം. ആകെ ഒരു ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഈ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പൊസസീവ് നേച്ചർ ആയിരിക്കാം, കൂടുതലായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും, ഇനി ഒരു പക്ഷേ നിങ്ങളുടെ അമിത സ്നേഹമായിരിക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു നമുക്ക് അവരോടുള്ളത് ഒരു അമിതമായിട്ടുള്ള സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു ആധിക്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അത് അത്രത്തോളം ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പരിധിയിലപ്പുറത്തേക്ക് അവരുടെ പേഴ്സണൽ സ്പേസിൽ ആരും എൻ്റർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇനീഷ്യലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പോകെ പോകെ ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓവറായിട്ടുള്ള ഒരു സ്നേഹവും താല്പര്യം, അവരോടുള്ളൊരു കെയറിങ് ഒക്കെ അത്ര ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ അവർ തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ എന്നോട് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ ഉള്ളിലൊരു മുള്ളായിട്ട് കിടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്. അവരത് ഒരു പെയിനായിട്ട് അവർ തന്നെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വിക്ടിം മെൻറ്റാലിറ്റി ഉണ്ടാവുന്നുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ എനർജി നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞത് അതാണ്. അത്രയേറെ നിങ്ങളും വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവരും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരു പടിക്ക് കൂടി അവരുടേതായിട്ടുള്ള ഒരു വേദന, മാനസികാവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലരങ്ങനെയാണ്. അവര് നമ്മളോട് 100 പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ച് 10 പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ തന്നെ ആവണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്കും ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. എന്നോടെന്നാലും ഇങ്ങനെ ചെയ്തില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അവർ നമ്മൾ നേരത്തെ ഈ കണ്ട ഈ ഒരു എനർജീസ്, അല്ലെങ്കിൽ അത്രയധികം ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനിൽ വന്നു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ശാന്തമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ആ ഒരു പെയിൻ ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് വിഷമിക്കുന്ന മാനസികാവസ്ഥ ആയിക്കോട്ടെ, അതൊന്നും ആരോടും പറയുന്നില്ല, നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന അട്രാക്ഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തോന്നുന്ന ആ ഒരു താല്പര്യം അവർ നിങ്ങളെ അറിയിക്കുന്നില്ല. അത് അവർ മനസ്സിനകത്ത് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവരുടേതായിട്ടും കാണാൻ കഴിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നിങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു മാനസികാവസ്ഥ അവരെ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ഫാക്റ്റായിട്ട് എടുത്ത് പറയാം. ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കായാലും ഈ വ്യക്തിക്കായാലും നിങ്ങളുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ശരികളുണ്ട്. പക്ഷെ 2 പേർക്കും വലിയ ഇഷ്ടമുണ്ട്. അത് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന കാര്യമാണ്. 2 പേർക്കും 2 പേരുടെയും സ്റ്റാൻഡും, അല്ലെങ്കിൽ 2 പേരുടെ നിലപാടുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജി 2 പേരിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയായാലും പതിയെ തിരിച്ചറിഞ്ഞ് വരുന്നത് ഈ ഒരു സമയത്തായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണമായിട്ടത് അനുഭവപ്പെടുന്നുണ്ടാവാം. നമ്മളുടെ ഒരു പകുതി ഇപ്പുറത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വേദന, വെപ്രാളം, സങ്കടം, നിരാശ ഒക്കെ ചിലപ്പോൾ 2 പേർക്കും തോന്നിയേക്കാം. പക്ഷേ ഇത് 2 തരത്തിലാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള മെയിൻ ഡിഫറൻസ്. പക്ഷേ പോയിന്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളായാലും ഈ ഒരു വ്യക്തിയായാലും നിങ്ങൾ തമ്മിലുള്ളൊരു ഹോണസ്റ്റ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തുറന്ന്
ആ ഒരു വിഷമമോ കുറ്റബോധമോ നിരാശയോ അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു സ്നേഹം മാത്രം മുൻനിർത്തിയുള്ള ഒരു സംസാരവും കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഗുണം ചെയ്യുന്നുള്ളതാണ്. ഇവിടെ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും തിരുത്താനായിട്ട് സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. അത് ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ ഇവിടെ ഉള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമിതമായിട്ട് ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ട് നമ്മൾ മരിച്ചു പോകുന്നുള്ള രീതിയിൽ അത്രയും വേദനിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലാതെ മൈൻഡ് സമചിത്തത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിലും ശ്രമിക്കുക. ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഗ്രാജ്വലി നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അത് ഇതിൻ്റെ പാർട്ടായിരുന്നു അല്ലെങ്കിൽ ഞാനും അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് സ്നേഹക്കുറവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിയാനുള്ളൊരു മാനസികാവസ്ഥ ഈ ഒരു പേഴ്സണും എത്തും. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ഹേർട്ട് ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു വിഷമം, സങ്കടം ഇതൊക്കെ കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ മൗനമായിട്ടിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാം നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സണായാലും 2 പേർക്കും നീതി കിട്ടുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. അവർക്ക് അത്രയേറെ നിങ്ങളോടൊരു അട്രാക്ഷൻ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിലും 2 പേരും 2 ഭാഗത്തിരുന്ന് ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു, തലപുണ്ണാക്കുന്നു, സങ്കടപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പക്ഷേ 2 പേർക്കും പരസ്പരം സ്നേഹമുണ്ട്. അതും റിയലൈസ് ചെയ്യുന്നുണ്ട്. വിട്ട് കളയാൻ പറ്റുന്നില്ല. അത്രത്തോളം ഒരു സ്നേഹവും താല്പര്യവും തോന്നുന്നുമുണ്ട്. നിലവിലുള്ള എനർജിയിൽ നമുക്കിതൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പിരിമുറുക്കം ഇതിനകത്ത് വന്നതുകൊണ്ടും 2 പേർക്കും ആ ഒരു താല്പര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈഗോ അല്ലെങ്കിൽ ഇനി ഹേർട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യം, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു, ഇനി എനിക്ക് വേദനിക്കാൻ വയ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അനവധി കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ക്ലാഷസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്ന നോ കോൺടാക്റ്റ് അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലൂടെ പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സ്പിരിച്വൽ സ്ട്രെങ്ത്, ലവ് ബിഗിൻസ്. നമുക്ക് ഒരു എനർജിയും കൂടി എടുക്കാം. ത്രോട്ട് ചക്ര. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ക്ലാഷസ്, ഈ പറഞ്ഞതുപോലെ പരിഭവങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരസ്പരമുള്ള സ്നേഹം പങ്കുവെക്കാനായിട്ട് കഴിയുന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തിയാടി യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പിരിമുറുക്കത്തിൽ പെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ തമ്മിൽ തുറന്നൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു അവസരം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ത്രോട്ട് ചക്ര എനർജി വന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത്രയും നാൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു മതിൽ തീർച്ചയായിട്ടും തകർന്ന് വീഴാനായിട്ട് പോകുന്നു. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു സംസാരം അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കാനുള്ളൊരു അവസരം ഇതിനകത്ത് കടന്നു വരും എന്നുള്ളത് തന്നെയാണ്. അതിന് നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. യൂണിവേഴ്സ് ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോവുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രയും ഉത്തമ ബോധ്യമുണ്ട്, നിങ്ങളതിൽ ജെനുവിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ എനർജി നമ്മൾ അത്രത്തോളം ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ശക്തമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എനർജിയിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹിക്കുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുന്നുള്ളതാണ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇത് കേൾക്കുക.
ഇപ്പം നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ പാട്ടൊക്കെ നിങ്ങൾ കേട്ട് കേട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും നിങ്ങൾക്കത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടിന്, വിഷമത്തിന്, ദുഃഖത്തിന് ഒക്കെ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി സഹായകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.